പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെറും ഒരു മൊബൈൽ കാരണം നമ്മുടെയൊക്കെ എത്ര മക്കളാണ് മരണപ്പെട്ടു പോയത്. പലതരത്തിലുള്ള ഗെയിമുകൾക്ക് അടിമയായി ഇന്ന് എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. അതുപോരാതെ പലതരം മയക്കുമരുന്നിനടിമയായി മാതാപിതാക്കളെ കൊല്ലുകയും സ്വയം ജീവനൊടുക്കുകയും ചെയ്യുന്ന മക്കളുടെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തുക? ഇന്ന് മാതാപിതാക്കൾക്ക് മക്കളെ പേടിച്ച് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. നമ്മൾ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ മക്കൾ എങ്ങനെയാണ് ഇങ്ങനെയായി പോയത് എന്ന് ഇന്ന് എല്ലാ മാതാപിതാക്കളും ചിന്തിക്കുന്നുണ്ടാകും. ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാ മാതാപിതാക്കളും ചിന്തിക്കുന്നത് അത് തന്നെയായിരിക്കും. പറഞ്ഞാൽ കേൾക്കാത്ത മക്കൾ, മാതാപിതാക്കളെന്നില്ല, ഗുരുനാഥന്മാരെന്നില്ല, എല്ലാവരോടും കാണിക്കുന്നത് ഒരേ ഒരു സമീപനം. ഇവരെയൊക്കെ നിലക്ക് നിർത്തിക്കാൻ നമുക്ക് മാതാപിതാക്കൾക്കേ പറ്റുകയുമുള്ളൂ. മാതാപിതാക്കൾ പറഞ്ഞാലാണെങ്കിൽ ഇവർ അനുസരിക്കുന്നതുമില്ല. അങ്ങനെ ഒരു വളരെ വിഷമപ്പെടുത്തുന്ന ഒരു ഭയാനകമായ ഒരു കാലത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന തലമുറ എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് നമുക്കൊക്കെ ആശങ്ക. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആത്മഹത്യ ചെയ്യുക. ആത്മഹത്യ എന്നുള്ളത് പാപമാണ്, കടുത്ത ഹറാമും കൂടിയാണ്. പടച്ചറബിൽ നിന്നുള്ള ശിക്ഷ അതിഭയാനകവുമാണ്. അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും ഇത് ചെയ്തവർക്കും അതേ ശിക്ഷ തന്നെയാണ്. ചെറിയ കുഞ്ഞു മക്കൾ പോലും വെറും ഒരു മൊബൈൽ കൊടുക്കാത്ത കാരണം ജീവനൊടുക്കുകയാണ്. ഇന്ന് കുട്ടികളുടെ മുന്നിൽ, ഇന്ന് വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തിയാൾ വരെ അവരുടെ മുന്നിൽ വെക്കാൻ പേടിയാണ്. രാവിലെ ടാറ്റയും പറഞ്ഞ് മുത്തവും കൊടുത്ത് സ്കൂളിലേക്ക് പോയ മകൻ തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പോലും പ്രവചിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്താണ് അവർ വയലൻ്റ് ആകുക എന്നത് പോലും മാതാപിതാക്കൾക്ക് മനസ്സിലാകാത്തൊരവസ്ഥ. എത്ര മാതാപിതാക്കളാണ് മക്കൾ കാരണം മാത്രം ഉറക്കവും ഊണവുമില്ലാതെ വേദനിച്ച് കഴിയുന്നത് എന്നറിയോ? ഈ കുട്ടി എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നറിയില്ല. 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കൊണ്ടോട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയെ വീട്ടിൽ സ്വയം ജീവനൊടുക്കിയ നിലയിൽ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, വെറും 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കൊണ്ടോട്ടിയിലെ മേലങ്ങാടി സ്വദേശി ഷാമിൽ എന്നാണ് പേര്. വെറും 16 വയസ്സ്, സ്വയം ജീവനൊടുക്കിയിരിക്കുകയാണ്. ആത്മഹത്യ എന്നാണ് പ്രാഥമികമായ നിഗമനം. കൊണ്ടോട്ടിയിലെ EME സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മയ്യത്തുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. പോസ്റ്റ്മോർട്ടം അടക്കം എല്ലാ നിയമ നടപടികൾക്ക് ശേഷമേ മയ്യത്ത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ. ഈ കുട്ടിയെ മരണത്തിലേക്ക് നയിച്ച കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഈ മോനുമായുള്ള ബന്ധപ്പെട്ടവരുടെ മൊഴിയെടുത്താൽ മാത്രമേ ഈ കുട്ടി മരണപ്പെടാനുള്ള കാരണം എന്താണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ പെട്ടെന്നും പിടുങ്ങനെയും അല്ലാതെയും ഒരുപാട് മക്കൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. അതും പോരാതെയാണ് സ്വയം ജീവനൊടുക്കി മരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഞാൻ ആലോചിച്ചിട്ട് ഈ ഒരു വഴിയേ കാണുന്നുള്ളൂ. കാലം മാറി, കാലഘട്ടവും മാറി. അപ്പോൾ ആ ഒരു കാലത്തിനനുസരിച്ച് നമ്മളും ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ മാതാപിതാക്കൾ ഇവിടെ വേണ്ടത് ബുദ്ധിയും ശക്തിയും ഒന്നുമല്ല, ട്രിക്സുമാണ് ഇവിടെ ചെലവഴിക്കേണ്ടത്. ഇന്നത്തെ മക്കളൊന്നും ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല പഠിക്കുന്നത്, വെറും ട്രിക്ക് ഉപയോഗിച്ചാണ് ഇന്നത്തെ മക്കളൊക്കെ പഠിച്ച് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളും ആ ഒരു ട്രിക്കിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും. നമ്മൾ കുറച്ച് ശ്വാസം അങ്ങ് വിട്ടുകൊടുക്കുക. ഞാൻ ഉപ്പയാണ്, ഞാൻ ഉമ്മയാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ് എന്നുള്ള ഭാവം നമ്മൾ വിടാം. നമ്മൾ അവരുടെ കൂടെ ഒരു ഫ്രണ്ട്സിനെ പോലെ പെരുമാറാം. സുഹൃത്തുക്കളെ പോലെ മക്കളെ കാണുക. കളിച്ചും ചിരിച്ചും അവരുടെ കൂടെ കൂടുക. എന്നാലേ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഞാനാണ് ഉപ്പ, ഞാനാണ് ഉമ്മ, ഞാനാണ് ജ്യേഷ്ഠൻ എന്നുള്ള നിലയിൽ നമ്മൾ പോവുകയാണെങ്കിൽ മക്കൾ ഒരു കാര്യവും നമ്മളോട് പറയില്ല, ഒരു വിഷമങ്ങളും നമ്മളോട് പറയില്ല, ഒരു ബുദ്ധിമുട്ടുകളും നമ്മളോട് പറയില്ല. അതേ സ്ഥാനത്ത് നമ്മളൊരു സുഹൃത്തുക്കളെ പോലെ കണ്ടാൽ അവർ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയും. പറഞ്ഞില്ലെങ്കിലും നമ്മൾ അറിയും. ആ ഒരു ട്രിക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. എന്ത് കാര്യമായാലും, എന്ത് പ്രശ്നമായാലും, എന്ത് ബുദ്ധിമുട്ടായാലും ഒരു ഫ്രണ്ട്സ്, ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ നമ്മളോട് എല്ലാ കാര്യങ്ങളും വളരെ കൂളായി അവർ പറയും.
അപ്പോൾ നമുക്ക് അവരുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനൊരു വഴിയേ എനിക്ക് കാണുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾ കുറച്ചുകൂടി കൂളാവും. തമാശകളിലൂടെ കാര്യം പറഞ്ഞെടുക്കുക, അത്ര തന്നെ. നമ്മുടെ മക്കളെയൊക്കെ പടച്ച റബ്ബ് കാക്കട്ടെ, നല്ല മക്കളാക്കി തരട്ടെ, നല്ല സ്വാലിഹത്തായ സ്വാലിങ്ങളായ മക്കളാക്കി തരട്ടെ നമ്മുടെ മക്കളെയൊക്കെ. ആ പൊന്നുമോന് പടച്ച റബ്ബ് പുറത്തു കൊടുക്കട്ടെ. ചെറിയ മോനാണ് റബ്ബേ, പടച്ച റബ്ബേ, ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബേ. പടച്ച ആ പൊന്നുമോൻ്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ, സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. ഇതുപോലെ മരണപ്പെട്ടു പോയ എല്ലാ മക്കൾക്കും നീ ക്ഷമിച്ചു കൊടുക്കണേ റബ്ബേ. അവർക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം മക്കൾക്കൊക്കെ കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബേ. ഇന്ന് ഒരുപാട് മക്കൾ മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ട് റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. ഇതുപോലുള്ള കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. റബ്ബേ, മക്കൾ കാരണം നാടം കെടാനുള്ള അവസ്ഥ ഉണ്ടാക്കല്ലേ റബ്ബേ. മക്കൾ കാരണം അഭിമാനിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരണേ റബ്ബേ. നാട്ടിനും വീട്ടിനും ഉപകാരമുള്ള നല്ല മക്കളാക്കി തരണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അവരിൽ നിന്റെ ഒരു സംരക്ഷണം ഉണ്ടാകണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മക്കൾ കാരണം മാത്രം ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് കണ്ണീരിൻ്റെ വക്കീലാണ് റബ്ബേ. ആ മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതം നീ കൊടുക്കണേ റബ്ബേ. ആ മക്കളെയൊക്കെ നല്ല മക്കളാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലെ മരിക്കാനുള്ള പ്രേരണ നമ്മുടെ മക്കൾക്കാർക്കും കൊടുക്കല്ലേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളില്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബേ. മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്കൊന്നും തരല്ലേ റബ്ബേ. ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്നത് നമ്മൾ കാണുന്നതാണ് റബ്ബേ. ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമ കൊടുക്കണേ റബ്ബേ, സഹനശക്തി കൊടുക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് എവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളയല്ലേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇവരെയും ഞങ്ങളെയും ഒന്നിച്ചു കൂട്ടണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഈ മരണപ്പെട്ട പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.